കോളേജിലെ ആർട്സ് സ്പോർട്സ് മത്സരങ്ങളിൽ പെൺകുട്ടികൾക്കുള്ള മത്സര ഇനങ്ങളിൽ പങ്കെടുക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്? പിന്നെ ഒരു വിശ്വാസി എന്ന നിലക്കും ഒരു മുസ്ലിം എന്ന നിലക്കും ചില ലിമിറ്റേഷൻസ് നമുക്കുണ്ട്, ചില പരിമിതികൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലുമുണ്ട്. അതാണല്ലോ നിങ്ങളുടെ ഈ വേഷം. നമ്മുടെ ക്യാമ്പസിൽ എല്ലാവരും ധരിക്കാത്തൊരു വേഷമാണ് നമ്മൾ ധരിക്കുന്നത്. അപ്പോൾ ആ ധരിക്കുന്നത് കൊണ്ട് എന്താ വെച്ചാൽ ഇപ്പം അധികം പെൺകുട്ടികളും ഈ വേഷം ധരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ പ്രശ്നമില്ല. നേരെ മറിച്ച് തുടക്കത്തിലൊക്കെ മെഡിക്കൽ കോളേജിൽ ഒരു പെൺകുട്ടി മഫ്തയിട്ട് വന്നാൽ അത് വലിയ ഇഷ്യൂ ആയിരുന്നു. ഇന്ന് എല്ലാവരും ഇത് വ്യാപകമായി വന്നപ്പോൾ കുറഞ്ഞു പോയെന്ന് മാത്രം. അതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങൾ നമ്മുടെ നമ്മളൊരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻ നമുക്കുണ്ട് എന്ന് നമുക്ക് അറിയാൻ. അപ്പം അതുകൊണ്ട് എന്താണെന്ന് വിചാരിച്ചാൽ എല്ലാത്തിലും ധാരാളം ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്കൊരു പെൺകുട്ടി എന്ന് ഇപ്പോൾ പുരുഷന്മാർക്ക് ഇപ്പോൾ മുസ്ലിം വിചാരിക്കേണ്ട, ഒരു പുരുഷന് പങ്കെടുക്കാൻ പറ്റുന്ന എല്ലാ സ്പോർട്സ് ഐറ്റംസിലും ഒരു സ്ത്രീക്ക് എന്ത് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, പങ്കെടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അത് ചില പ്രയാസങ്ങളും പരിമിതികളുണ്ട്, അപൂർവം ചില ആളുകൾക്ക് കഴിഞ്ഞേക്കാം. അപ്പം അതുകൊണ്ട് ഒരു പുരുഷൻ സ്ത്രീ എന്ന നിലയ്ക്ക് തന്നെ പരിമിതികളുണ്ട്. അതേപോലെ തന്നെ ഒരു മുസ്ലിം എന്ന നിലക്കും നമുക്ക് ചില പരിമിതികളുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ പിന്നെ ഇസ്ലാമിനെ പറ്റി അറിവ് വെച്ചിട്ട് നിങ്ങളുടെ ക്യാമ്പസിൽ ഒരു മുസ്ലിം എന്ന നിലക്ക് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ്, അന്യ ആൺകുട്ടികൾക്ക് മുന്നിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഏതാണോ, നമുക്കിപ്പോൾ ആർട്സ് വിഷയങ്ങളാണെങ്കിൽ നമ്മൾ പ്രബന്ധ മത്സരങ്ങളിൽ നമുക്ക് പറ്റാവുന്ന സ്റ്റേജ് ഐറ്റംസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, പങ്കെടുക്കുന്നു. എന്നാൽ എല്ലാ മത്സരങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ഡാൻസുകളുണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. അതിലൊക്കെ പലതിലും നമുക്ക് വിട്ടു നിൽക്കേണ്ട കാര്യങ്ങൾ നമ്മൾ വിട്ടു നിൽക്കുന്നു. ഇതുപോലെ തന്നെയാണ് ഇതെല്ലാത്തിലും. ഒരു ക്യാമ്പസിലെ ആർട്സ് സ്പോർട്സ് മാത്രമല്ല, ജീവിതത്തിൻ്റെ ഏത് മേഖലകളിൽ നമ്മൾ ഇടപെടുമ്പോഴും നമ്മുടെ ഇസ്ലാമികമായി അനുവദിക്കപ്പെടുന്ന കാര്യങ്ങളിൽ നമ്മൾ പങ്കെടുക്കുകയും അല്ലാത്തത് നമ്മൾ വിട്ടു നിൽക്കുകയും വേണം. ഒരു പരിധി വരെയൊക്കെ എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ സംസ്കാരവും നമ്മുടെ ദീനും നമ്മുടെ വ്യക്തിത്വവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കുകൾ കുറയാതെ യൂണിവേഴ്സിറ്റി തലത്തൊക്കെ നമുക്ക് ഗ്രേഡുകൾ വാങ്ങാവുന്ന ഒട്ടനവധി മത്സര ഇനങ്ങളുണ്ട്. അതൊക്കെ തിരഞ്ഞെടുത്തുകൊണ്ട് പങ്കെടുക്കലായിരിക്കും ഏറ്റവും നന്നായിരിക്കും.